എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കുറെ ദിവസമായില്ല വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അതെന്താ വെച്ചാൽ എനിക്കിവിടെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ എന്താണ് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള വർക്കും ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പൊ അതുകൊണ്ട് ടൈം കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. ഞാൻ 2 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറെ ദിവസം ഒരാഴ്ച മുമ്പ് എടുത്തു വെച്ച ഷോർട്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പൊ അതിനൊക്കെ നിങ്ങളൊക്കെ പോയി ലൈക്ക് ഒക്കെ ചെയ്യണം, കമന്റും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്ന ഒരാളെങ്കിൽ പ്ലീസ് ലൈക്കും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഇന്ന് അമ്മയുടെ തിരുവാതിരയാണ് ഗൈസ്. ഞാൻ അന്നൊരു വീഡിയോയിൽ പറയുന്ന അമ്മ തിരുവാതിര പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ദിവസം ഇന്നാണ് ഗൈസ്, ജൂൺ 1-ാം തീയതി അമ്മയുടെ തിരുവാതിരയാണ്. അപ്പൊ തിരുവാതിര വെച്ചാൽ എവിടെ അമ്മ? കരിക്കകത്തുള്ള പണിക്കക്കുടി അല്ലേ? കരിക്കകത്തുള്ള പണിക്കക്കുടി അമ്പലത്തിൽ വെച്ചാണ് തിരുവാതിര. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളപ്പോഴും ഞാനാണ് അമ്മയെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത്. അമ്മയെ മാത്രം ഞാനാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ എപ്പോഴും ഞാൻ അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് പ്രാക്ടീസ് ആണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ പരിപാടികൾ വരുമ്പോൾ മാത്രമേ ഞാനിങ്ങനെ അമ്മയെ മേക്കപ്പ് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഉണ്ടെങ്കിൽ മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ല. എനിക്കാണെങ്കിൽ അതേ ഇഷ്ടമുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മ മേക്കപ്പ് ചെയ്യാം. അപ്പൊ ആ മേക്കപ്പ് ചെയ്യണ വീഡിയോ നിങ്ങൾക്ക് കൂടി കാണിക്കാം. അങ്ങനെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യണം നിങ്ങളെ കൂടി കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അമ്മ ഒന്ന് മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കുന്നത്? സുന്ദരി. ഓക്കെ, അപ്പൊ വീഡിയോ എടുക്കാം. അമ്മ ദേണ്ട കൈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ മാത്രം. മുടിയൊന്നും ഞാൻ ഇവിടെ ശരിയാവില്ല. അമ്മ മുടിയൊക്കെ കെട്ടി ഇതാണ് അമ്മയുടെ കോസ്റ്റ്യൂം, തിരുവാതിരയുടെ കോസ്റ്റ്യൂം. അപ്പൊ അതൊക്കെ ഇട്ട് സുന്ദരി ആയിക്കൊണ്ടിരിക്കും. സുന്ദരി ഇവിടെ വിളിച്ചില്ലാട്ടമ്മ. കേട്ടോ, സുന്ദരി ആയിക്കോട്ടെ. ഇനിയിപ്പൊ ഞാൻ മുഖമൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു മുഖം കണ്ടോളൂ. അമ്മ ഇരിക്കും. ഈ ഒരു മുഖത്തെ ഞാൻ ഇനി കുറെ കുട്ടിയൊക്കെ കഴിച്ച് സുന്ദരിയാക്കി ഇവിടെ. സുന്ദരി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ഒരുങ്ങാൻ റെഡിയാണോ? ഇങ്ങനെ ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ വെച്ച് തുടങ്ങാൻ കഴിയും. ഇവിടെ നമ്മൾ സ്കിൻ കെയറിന് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാൻ ഫോക്സ്ടെയിലിൻ്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സൺസ്ക്രീനാണ് യൂസ് ചെയ്യണം. ഇതും ഫോക്സ്ടെയിലിൻ്റെ സൺസ്ക്രീൻ തന്നെയാണ്. ഇതും നല്ലൊരു സൺസ്ക്രീനാണ്. നല്ലൊരു ബേസ് കിട്ടാൻ നല്ലതാണ്. അതേപോലെ തന്നെ സൺ ടാൻ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചധികം സൺസ്ക്രീൻ മുഖത്ത് അപ്ലൈ ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഡോട്ട് ഇട്ടിട്ട് നല്ലപോലെ സൺസ്ക്രീൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ് ഇവിടെ. സ്കിൻ കെയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മേക്കപ്പിലോട്ടാണ്. ഇവിടെ മേക്കപ്പിൽ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ ഒരു ഗ്ലോ ക്രീമും അതേപോലെ തന്നെ പോൺസിൻ്റെ BB ക്രീമും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. ഈ ഒരു എൻവൈബയുടെ ഗ്ലോ ക്രീം എന്ന് പറഞ്ഞാൽ ഇതൊരു 3-in-1 ക്രീമാണ്. ഇതിൽ പ്രൈമർ, മോയ്സ്ചറൈസർ, ഗ്ലോ എല്ലാം കൂടെ വരുന്നൊരു ക്രീമാണിത്. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്യണം. നമ്മളെ എന്ന് വെച്ചാൽ ഒരു ഫുൾ ഡേ നമുക്ക് നല്ലൊരു ഗ്ലോ ആയിട്ട് നിൽക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ അമ്മയ്ക്ക് അടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇൻസൈഡിൻ്റെ കൺസീലർ പാലറ്റാണ്. അപ്പോൾ അമ്മയുടെ ഷെയ്ഡ് നോക്കിയിട്ട് ഞാൻ അമ്മയുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ടുള്ള സ്ഥലത്തൊക്കെ കൺസീൽ ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസീലറിന് പകരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഫൗണ്ടേഷൻ പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ല യൂസ് ചെയ്യണത്. കൺസീലർ വീണ്ടും കുഴപ്പമില്ല, പക്ഷേ ഫൗണ്ടേഷൻ എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്കും ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ കൺസീലാണ് ചെയ്യുന്നത്. അതിന് നമ്മളെ മേക്കപ്പ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മളിവിടെ ഒരു കോമ്പാക്ട് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്ന കോമ്പാക്ട് പൗഡർ ഫേസസ് ഓഫ് കാനഡയുടെ കോമ്പാക്ട് പൗഡറാണ്. ഇതൊരു നല്ല കോമ്പാക്ട് പൗഡറാണ്. നെക്സ്റ്റ് ഐഷാഡോയാണ് അപ്ലൈ ചെയ്യുന്നത്. കണ്ണിൻ്റെ മേളിലും താഴെ ഞാൻ ചെറിയൊരു സ്കിൻ കളർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഡ്രസ്സിൻ്റെ കളറായിട്ടുള്ള ചെറിയൊരു മെറൂൺ ഷെയ്ഡാണ് കണ്ണിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടി കാണുമ്പോൾ ചെറിയൊരു പിങ്ക് ആയിട്ടാണ് തോന്നുന്നത്. ശരിക്കും ഒരു മെറൂൺ ഷെയ്ഡാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഗ്ലിറ്ററും കണ്ണിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കാജൽ എഴുതി കൊടുക്കാം. ഇവിടെ ഞാൻ ഹിമാലയയുടെ കാജലാണ് എഴുതി കൊടുക്കുന്നത്. കണ്ണിൻ്റെ താഴെ മാത്രമേ എഴുതുന്നുണ്ട്. കുറച്ച് സ്പ്രെഡ് ആവുന്ന രീതിയിലാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഭംഗി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. അപ്പോൾ അതും കണ്ണിൻ്റെ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് കണ്ണ് തുറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അമ്മയ്ക്ക് എപ്പോഴും കണ്ണ് തുറക്കുന്ന ഒരു ഇതുണ്ട്. കണ്ണ് തുറന്നാൽ മേളിൽ ഐലൈനർ സ്പ്രെഡ് ആവും എന്നുള്ളൊരു ഇതുകൊണ്ട് അമ്മ കണ്ണടച്ച് തന്നെ ഇരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ ചീക്കിലും നോസിലൊക്കെ ആയിട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ് ഇടുന്നത്. ഇതിട്ടാൽ നമുക്ക് നല്ലൊരു ഗ്ലോ എണ്ണ കിട്ടും. നെക്സ്റ്റ് നമ്മൾ മസ്കാരയാണ് യൂസ് ചെയ്യണം. മാഴ്സിൻ്റെ മസ്കാര അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വലിയ പൊട്ടാണ് നമ്മൾ തിരുവാതിരയ്ക്ക് വയ്ക്കാറുള്ളത്. പിന്നെ അല്ലെങ്കിലും എൻ്റെ അമ്മ ഇത്ര വലിയ പൊട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തിരുവാതിരയ്ക്ക് വലിയ പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് വരെയാണ് നമ്മളെ മേക്കപ്പ്. നെക്സ്റ്റ് ഇനിയിപ്പോൾ ലിപ്പ് ലൈനറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ മാഴ്സിൻ്റെ ലിപ്പ് ലൈനറാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം നല്ലപോലെ ലിപ്പ് നല്ലപോലെ വരച്ച് ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നെക്സ്റ്റ് നമുക്ക് സിന്ദൂരം ഇടണം. നമ്മൾ തിരുവാതിരയ്ക്ക് സിന്ദൂരം ഭയങ്കര മസ്റ്റായിട്ടുള്ളതാണ്. അപ്പോൾ സിന്ദൂരം ഇട്ട് ആ ഒരു ലുക്ക് അവിടെ കംപ്ലീറ്റ് ആക്കിയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു കല്ല് പൊട്ടും കൂടെ ആ വലിയ പൊട്ടിൻ്റെ നടുക്ക് വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു കല്ല് പൊട്ടും കൂടി ആ പൊട്ടിൻ്റെ അവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ അതൊരു ഭംഗിയായി. അമ്മ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ കുട്ടി ശരിക്കും തിരുവാതിര കുറച്ച് കുട്ടി വേണം അല്ലേ? കുറച്ച് കുട്ടി വേണം തിരുവാതിര. അവിടെ കുട്ടിയുണ്ട്. അവിടെ ഈ ഒരു മാലയാണ് ഇടണം. ഈ മാല പണിഞ്ഞ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച മാലയാണ്. സത്യം പറഞ്ഞാൽ എന്നെ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ മാല ഉപകാരപ്പെടുന്ന അമ്മയ്ക്കാണ്. ഈ തിരുവാതിരയ്ക്കൊക്കെ പോകുമ്പോൾ അമ്മ ഇടും ഇത്. പിന്നെയെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഈ അമ്പലത്തിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും സെയിം മാലയൊന്നുമല്ല. കാശിമാല മാത്രം എല്ലാവരും സെയിം ആയിട്ടുണ്ട്. അതേപോലെ കുപ്പിവള എല്ലാവരും സെയിം ആയിട്ടിടും, ബ്ലൗസിന് മാച്ചായിട്ടിടും. പക്ഷേ ഈ നെക്ലസ്സൊക്കെ ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടുള്ള കാണും, കമ്മലും വ്യത്യസ്തമായിട്ടുള്ള കാണും. മത്സരത്തിനൊക്കെ പോകുമ്പോൾ എല്ലാം ഒരേപോലെ ഇടുന്നവരായിരിക്കും എല്ലാവരും. ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ളതേ ഇടാറുള്ളൂ. അപ്പോൾ ഓർണമെൻറ്റ്സും കൂടി ഇട്ടപ്പോൾ അമ്മയുടെ തിരുവാതിര ലുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം അമ്മ മുടി കെട്ടിയതൊക്കെ കാണിച്ചു തരികയാണ്. അപ്പം മുടിയൊക്കെ അമ്മയാണ് കെട്ടിയത്. അപ്പൊ ഞാൻ മാതാസ് ഇങ്ങനെ പറയും മകൾ ഒരിക്കലും എങ്ങനെയുണ്ടെന്ന് പറയും. സൂപ്പർ കൊള്ളാന്ന് പറയാൻ. അപ്പൊ ഇനി തിരുവാതിരയ്ക്ക് നീ വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കണം. ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കണം. അവര് തിരുവാതിര കളിച്ചിട്ട് ഇത് ഞാൻ ഇട്ടെടുത്തരുതേ. ഇപ്പഴത്തെ അമ്മയ്ക്ക് രോഗം വേണം പറഞ്ഞാൽ രോഗം ഇട്ടിട്ടുണ്ട്. പക്ഷേ കാര്യം ഉച്ചക്കിട്ട് അങ്ങനെ ഉച്ചക്കിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ട് അതെടുത്ത് കളയും. അപ്പൊ ഇത്രയെങ്കിലും തെളിഞ്ഞത് ഭാഗ്യം എന്ന് പറയാം. അപ്പൊ ഗൈസ്, അപ്പൊ ഇതാണ് എന്റെ അമ്മയുടെ തിരുവാതിര മേക്കപ്പ്. ഓക്കെ, കുട്ടിയൊന്നുമല്ല, കുഴപ്പമില്ല. എപ്പോഴും എങ്ങനെയാണ് ഒഴുകി കൊടുക്കണം. ഞാൻ ഇവിടെയും കൂടെ ആ കല്ല് പൊട്ടുകയാണെങ്കിൽ വെക്കാം. ചന്ദ്ര. പിന്നെ ഇവര് കളിക്കണെന്ന് പറഞ്ഞാല് എന്താണ്, ഈ മത്സരത്തിന് കളിക്കണമല്ല കളിക്കണത്, അല്ലാണ്ട് അമ്പലത്തിൽ കളിക്കണെന്ന്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കമ്മല് അങ്ങനെയൊക്കെ ഇടാം. അതുകൊണ്ടാണ് നമുക്ക് ഈ തോടയൊന്നും ഇടാത്തത്. അതുകൊണ്ടാണ്. പിന്നെ ആ കമ്മല് മാറ്റണം. എനിക്ക് ആ കമ്മൽ അധികം ഇഷ്ടപ്പെട്ടില്ല. വേറെ കമ്മലിടണേ. ഞാൻ പറഞ്ഞു വേറെ കമ്മലിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സ്ഥിരമായി നിന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോ അമ്മ എന്തായാലും ഇനിയിപ്പോ ഒരു കളി കൂടി കളി കൂടെ കളിക്കാണ്ട് പോകും. അപ്പം ആ ടൈം കൊണ്ട് ഞാൻ ഇറങ്ങണം. ഞാനാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ ടൈം കൊണ്ട് എനിക്കും ഇറങ്ങാറുണ്ട്. അപ്പൊ ഞാനും പോയി ഇറങ്ങിയിട്ട് വരാം.